നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു റോബോട്ടാണ്. ഒരു ലൈൻ ഫോളോവർ റോബോട്ട്. അതായത് ഒരു ലൈൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ റോബോട്ട് അത് തനിയെ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ റോബോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പണ്ട് മുതലേ ഒരു ഇഷ്ടമുള്ള കാര്യം, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റോബോട്ട്, കാഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തിൽ നമുക്ക് അങ്ങനത്തെ ഉള്ള ഒരു ക്രൈസ് ഉണ്ടല്ലോ, കാഴ്സ്, ടോയ്സ്, അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ആവശ്യം എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അതിൽ മെയിനായിട്ട് അതിന് വരുന്നത് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ചാസി എന്ന് പറയും. അത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കാഴ്സ് ആയിരുന്നു, നമ്മൾ മോട്ടോർ വെഹിക്കിൾസിനൊക്കെ എല്ലാത്തിനും ചാസി ഉണ്ടാവും. അപ്പം അതിലായിരിക്കും ഇതെല്ലാം വരുന്നത്. ഇപ്പം മോട്ടോറായാലും വീലായാലും അപ്പോൾ എന്തായാലും ഇതിലായിരിക്കും. ഇതാണ് അതിൻ്റെ ബോഡി. അപ്പം ഇതിൽ പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 DC മോട്ടോഴ്സ് ഉണ്ട്. അപ്പം ഈ DC മോട്ടോഴ്സ് ആയിരിക്കും വീലൊക്കെ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ DC മോട്ടോഴ്സ് നമ്മൾ ഡയറക്റ്റ് DC മോട്ടോഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പൊ അത് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു മോട്ടോർ ഡ്രൈവിംഗ് ബോർഡുണ്ട്. അപ്പൊ ഈ മോട്ടോർ ഡ്രൈവിംഗ് ബോർഡാണ് ഇതിനെ ഡ്രൈവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ മോട്ടോർ ഡ്രൈവിംഗ് ബോർഡ് വെറുതെ അങ്ങ് ഡ്രൈവ് ചെയ്യല്ല. അപ്പൊ അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് എന്ത് ചെയ്യണം? 2 ലൈൻ ഫോളോവർ. കാരണം നമ്മൾ ചെയ്യുന്നത് ലൈൻ ഫോളോവർ റോബോട്ടാണല്ലോ. അപ്പോൾ ഇതാണ് ലൈൻ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടും നമ്മൾ അതിന്റെ ഫ്രണ്ട് പോർഷനിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള കണക്ഷൻ ചെയ്യാൻ ആവശ്യമായ നമുക്ക് വയർ വേണം. അതിന് ജമ്പർ വയർസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മൈക്രോ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഇത് തമ്മിൽ, അതായത് ഈ മോട്ടോർ ഡ്രൈവിംഗ് ബോർഡും ഈ IR സെൻസേഴ്സ് ആണിത്. ഇത് IR സെൻസേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പൊ ഇതായിരിക്കും ലൈൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫീമെയിൽ ടു ഫീമെയിൽ വയറാണ്. അതായത് ഇപ്പം ഇതിന്റെ 2 പോയിന്റ് വരുന്നത് അങ്ങനത്തെയാണ്. അപ്പം ഈ പിന്നിൽ ഈ ടെർമിനൽ അങ്ങനെയാണ്. അപ്പൊ ഇതിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും സഹായമായിട്ടുള്ളത് ഈ ഫീമെയിൽ ടു ഫീമെയിൽ വയേഴ്സ് ആണ്. പിന്നെ അപ്പൊ വീല് കൊടുക്കണ്ടേ? അപ്പോൾ അതാണ് ഇത് രണ്ടും ബാക്കിൽ വരുന്ന വീലാണ്. ഈ 2 വീല്. പിന്നെ ഫ്രണ്ടിൽ ഒരു 3rd വീൽ എന്ന് പറയും. പക്ഷെ ഇത് ഫ്രണ്ടിലാണ് വരുന്നത്. അതാണ് ഇത് കാസ്റ്റർ വീൽ എന്ന് പറയും. പിന്നെ നമുക്ക് സോൾഡറിങ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതാണ് സോൾഡറിങ് അയൺ ആണിത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ലെഡാണിത്. അപ്പൊ ഇതിനെല്ലാം ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു പവർ സോഴ്സ് വേണമല്ലോ. അപ്പൊ ഇത് 2 റീചാർജബിൾ ബാറ്ററീസ് ആണ്. പിന്നെ വയറൊക്കെ സ്ട്രിപ്പ് ചെയ്യേണ്ട ആവശ്യം. അപ്പൊ ഈ ജമ്പർ വയേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചിലയിടത്തൊക്കെ നമുക്ക് അല്ലാതെ വയർ ആഡ് ചെയ്യേണ്ടി വരുവാണ്. ഇപ്പം ഈ ബാറ്ററിയുടെ കണക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ജമ്പർ വയേഴ്സ് നിന്ന് എടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ സ്ട്രിപ്പ് ചെയ്യാനായിട്ട് വയർ സ്ട്രിപ്പർ ഉപയോഗിക്കും. അപ്പൊ നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ ഈ മോട്ടോറൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊക്കെ സ്ക്രൂസ് ഉണ്ട്. അപ്പൊ ആ സ്ക്രൂ ഒക്കെ നമുക്ക് ടൈറ്റൻ ചെയ്യാനും, പിന്നെ ഇപ്പൊ ഡിസസംബിൾ ചെയ്യുകയാണെങ്കിൽ ലൂസൻ ചെയ്യാനൊക്കെ, അതിനൊക്കെയുള്ള ആവശ്യത്തിന് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവേഴ്സ് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ലൈൻ ഫോളോവർ റോബോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈൻ ഫോളോവർ റോബോട്ട്സിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ലൈൻ ഫോളോവർ റോബോട്ടിന്റെ ആദ്യമേ നമുക്ക് അതിന്റെ മോട്ടോർ നമുക്ക് കണക്ട് ചെയ്യാം. അത് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സ്ക്രൂ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ്. അപ്പൊ ആദ്യമേ നമുക്ക് മോട്ടോർ കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഈ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി, വലിയ സ്ട്രെങ്ത് ഒന്നും വേണ്ടിയിരുന്നില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ മോട്ടോർ ഫിക്സ് ചെയ്തിരിക്കണമല്ലോ. നല്ല, അല്ലെങ്കിൽ ഓടുമ്പോഴൊക്കെ ഇളകി പോവില്ലേ? നമ്മൾ ഒരു ചെറിയൊരു നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യാം. പക്ഷെ ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല.
എക്സ്ട്രാ വയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഇതിന്റെ ഹോളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഇനി നമുക്ക് ഇത് DC മോട്ടോഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീൽ അറ്റാച്ച് ചെയ്യാം. 2 വീൽ അറ്റാച്ച് ചെയ്യാം ആദ്യമേ. അപ്പോൾ ഇനി ഈ 2 വീലല്ല, നമുക്ക് ഇനി 1 വീലും കൂടെ അറ്റാച്ച് ചെയ്യണം. അതിൻ്റെ പേര് കാസ്റ്റർ വീൽ എന്നാണ്. നമ്മൾ ഈ ബോട്ടം സൈഡിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3rd വീല് കാസ്റ്റർ വീല് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ, ഇതാണ് മോട്ടോർ ഡ്രൈവിംഗ് ബോർഡ്. ഇതിൽ മോട്ടോർ ഇൻപുട്ട് 1 ഉണ്ട്, അതുപോലെ മോട്ടോർ ഇൻപുട്ട് 2 ഉണ്ട്. ഇങ്ങനെ 2 4 ഉണ്ട്. അതേപോലെ തന്നെ മോട്ടോർ ഔട്ട്പുട്ട് 1 മോട്ടോർ ഔട്ട്പുട്ട് 2 ഉണ്ട്. ഇതും ഇതുപോലെ 2 പിന്നായിട്ട് 4 ഉണ്ട്. പിന്നെ 5 വോൾട്ട് ഉണ്ട് നമുക്ക് പവർ സപ്ലൈ, പിന്നെ 12 വോൾട്ടും ഉണ്ട്. അപ്പം നമുക്ക് 5 വോൾട്ട് മതിയാവും. IR സെൻസർ വർക്ക് ചെയ്യാൻ 5 വോൾട്ട് ആണ് വേണ്ടുന്നത്. പിന്നെ ഇത് ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചാസിയിൽ ഒന്ന് അറ്റാച്ച് ചെയ്യാം. മോട്ടോർ ഡ്രൈവിംഗ് ബോർഡും പിന്നെ എയർ സെൻസറും ഒക്കെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വയറിങ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചാസിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ലൈൻ ഫോളോവർ റോബോട്ട് ആയതുകൊണ്ട് നമ്മൾ ഇത് ഫ്രണ്ടിലാണ് IR സെൻസർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇത് കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കുക. ബാറ്ററിയും കൂടെ ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. റെഡ് വയർ എന്ന് പറയുന്നത് പോസിറ്റീവും ഈ ബ്ലാക്ക് വയർ നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്കിനി കണക്ഷൻ കൊടുക്കാം. മോട്ടോർ ഡ്രൈവിംഗ് ബോർഡിൻ്റെ ഇവിടെ ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇനി ഇതെന്ന് പറഞ്ഞാൽ IR സെൻസറിൻ്റെ VCC ഗ്രൗണ്ട് ഔട്ട് ആണ്. അപ്പോൾ VCC എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 5 വോൾട്ടിൽ കൊടുക്കും. ഗ്രൗണ്ടും അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. അതായത് മോട്ടോർ ഡ്രൈവിംഗ് ബോർഡിലാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് മോട്ടോർ ഔട്ട്പുട്ട് 1ഉം മോട്ടോർ ഇൻപുട്ട് 1ഉം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോട്ടോർ ഔട്ട്പുട്ട് 1ഉം മോട്ടോർ ഇൻപുട്ട് 1ഉം എന്ന് പറഞ്ഞ് 2 ടെർമിനൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ളത് 1 ആയിട്ടുള്ളതും ഈ ലെഫ്റ്റ് സൈഡുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, 2 ആയിട്ടും കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ സെൻസറിൻ്റെ കണക്ഷൻസ് നമുക്ക് ഈ ഇവിടേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3, അപ്പോൾ ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഫീമെയിൽ ടു ഫീമെയിൽ വയറിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആണ്. അതേപോലെ ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്ലാക്കും ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ VCC കൊടുക്കാം. VCC നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്, 5 വോൾട്ടിലാണ് കൊടുക്കുന്നത്. അപ്പം ഗ്രൗണ്ട് പറഞ്ഞു വൈറ്റ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഗ്രൗണ്ട് കൊടുത്തത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മോട്ടോർ ഇൻപുട്ട് 1 കൊടുക്കുകയാണ്. അതേപോലെ തന്നെ
ഇതാണ് ഗ്രൗണ്ട് നമ്മളിപ്പോൾ കൊടുത്തത്. ഇതേപോലെ ഈ ഇൻപുട്ട്, അതായത് സെൻസറിൻ്റെ ഔട്ട്, അത് നമ്മൾ എവിടെ കൊടുത്തിരിക്കുന്നത് മോട്ടോർ ഇൻപുട്ട് 1-ലാണ്. അതേപോലെ പവർ സപ്ലൈ എന്താണ് ഇവിടെ 5 വോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഗ്രേ കളർ. അപ്പം ഇനി ഇതേപോലെ ഇതേ കണക്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇതേപോലെ ഔട്ട്, ഗ്രൗണ്ട്, VCC നമുക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ VCC എന്ന് പറഞ്ഞ് VCC ഈ വയറാണ്. അതേപോലെ തന്നെ ഇത് ഗ്രൗണ്ടാണ്, ഇത് ഔട്ടാണ്. നമുക്ക് ആദ്യമേ VCC കൊടുക്കാം. VCC എത്രയാണ്? 5 വോൾട്ടാണ്. 5 വോൾട്ട് കൊടുക്കുക. പിന്നെ ഗ്രൗണ്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, മോട്ടോർ ഇൻപുട്ട് 2 കൊടുക്കുക. അപ്പം ഇത്രയും. ഇപ്പം സെൻസറിൻ്റെ വയറിങ് ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, DC മോട്ടോഴ്സ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ DC മോട്ടോഴ്സിൻ്റെ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പം ഔട്ട്പുട്ട് 1, മോട്ടോർ ഔട്ട്പുട്ട് 1-ലേക്ക് കൊടുക്കുക. 2 വയർ, അവിടെ 2 ടെർമിനലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 വയർ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലെ മോട്ടോറിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അതേപോലെ ലെഫ്റ്റ് സൈഡിലുള്ള മോട്ടറിൻ്റെ കൊടുക്കുക. അതെന്ത് ചെയ്യുക, മോട്ടോർ ഔട്ട്പുട്ട് 2-ൽ കൊടുക്കുക. മോട്ടോർ ഔട്ട്പുട്ട് 2-ലേക്ക് അപ്പോൾ നമ്മൾ മോട്ടോർ ഡ്രൈവിംഗ് ബോർഡിൽ എല്ലാ കണക്ഷൻസും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി കൊടുക്കാം. ബാറ്ററിയുടെ നമ്മൾ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇവിടെ മോട്ടോർ ഡ്രൈവിംഗ് ബോർഡിൻ്റെ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കണക്ഷൻ കൊടുക്കാം. റെഡ് നമുക്ക് പോസിറ്റീവിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ മോട്ടോർ ഡ്രൈവിംഗ് ബോർഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് അതെന്ത് ചെയ്യുക, ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ലൈൻ ഫോളോ റോബോട്ടിൻ്റെ കണക്ഷൻസ്